السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികൾ പറയുന്ന പ്രസംഗ പരമ്പരയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 26 പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള SSFൻ്റെയും SYSൻ്റെയും ഒക്കെ ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർക്ക് പഴയകാല ചരിത്രങ്ങളിൽ ഒരു അവബോധമുണ്ടാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പൈതൃകം മീഡിയ ഈ പ്രഭാഷണ പരമ്പര നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞെത്തിയത് 1947 മാർച്ച് 15, 16, 17 തീയതികളിൽ മീഞ്ചന്തയിൽ വെച്ച് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 17ാം വാർഷിക സമ്മേളന വാർത്തയും ആ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയങ്ങളുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സമ്മേളനം, ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രധാനമായ ലക്ഷ്യം ജനങ്ങൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ പറഞ്ഞയച്ച് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച ഇസ്ലാം ജീവിതത്തിലൂടെ ഇവിടെ കാണിച്ചു തന്നത് വഴിയാണ്, സഹാബത്ത് ഇവിടെ കാണിച്ചു തന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാം വേഗത്തിൽ പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ മഹാഭാഗ്യവന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും അവിടത്തോട് പരിപൂർണമായും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച സഹാബാക്കൾ അവരിവിടെ വന്ന് അതിൻ്റെ നേർപതിപ്പാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ ഇസ്ലാമിൽ ഒരു മാറ്റവുമില്ലാതെ 920 കാലഘട്ടം വരെ നടന്നപ്പോൾ ഏതാനും മൗലവിമാർ അവരുടെ താന്തോന്നിത്തപ്രകാരം മതത്തിൽ വിള്ളലുണ്ടാക്കുകയും ഇസ്ലാമിന് കേട്ടു പരിചയം പോലുമില്ലാത്ത വിഷയങ്ങൾ മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും പാരമ്പര്യമായി കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന അനുഷ്ഠാന കർമ്മങ്ങളെയും വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസകാര്യങ്ങളെയും തള്ളുകയും അത് യഥാർത്ഥ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളിൽ നിലകൊള്ളുന്ന ആളുകളെ അതിൻ്റെ പേരിൽ കുഫറും ശിർക്കും ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് നിർലജ്ജം, യാതൊരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന നിലക്കാണ് സമസ്ത സമ്മേളനം നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പ്രചരണം നടത്തുന്ന ആളുകൾ തെറ്റായ കേട്ടുകേൾവി പോലുമില്ലാത്ത തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ആണെങ്കിൽ അതവർക്ക് തിരുത്തി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് സമസ്തയുടെ സമ്മേളനം. ഓരോ സമ്മേളനങ്ങൾ അങ്ങനെയാണ്. അത് അതിൻ്റെ പ്രമേയങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സമ്മേളനത്തിന് വേണ്ടി വിപുലമായ സ്വാഗത സംഘം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഈ മീഞ്ചന്ത സമ്മേളനം 3 ദിവസമാണല്ലോ. വിപുലമായ സ്വാഗത സംഘം അതിന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വാഗത സംഘം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അകലാൻ കാരണമായ പ്രചരണങ്ങൾ നടത്തി വരുന്ന, മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ കാരണമാകുന്ന പ്രചരണങ്ങൾ നടത്തുന്ന സംഘടനകളെയും വ്യക്തികളെയും നേരിട്ട് കണ്ട് അവരെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ സമ്മേളനത്തിന് വരണമെന്നും അതുപോലെ സമ്മേളനത്തോടനുബന്ധമായി നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി ഒരു ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും സമസ്ത ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരെ സമീപിക്കുകയും അവർക്ക് ലെറ്റർ കൊടുക്കുകയും നേരിട്ട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നത് സമസ്തയുടെ രീതിയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് 1947 നടന്ന 47 മാർച്ച് 15, 16, 17 തീയതികളിൽ മീഞ്ചന്തയിൽ നടന്ന 17ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം 8/7/46 സമ്മേളനം 15, 16, 17 എന്നാൽ 8/7/46 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ സമ്മേളന സ്വാഗത സംഘം ഭാരവാഹികൾ കേരള ജമിയത്തുൽ ഉലമ എന്ന വഹാബി സംഘത്തിന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും നേരിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളന സംഘാടക സമിതിയുടെ ശരിയായ ഉദ്ദേശ്യം അറിയാൻ, ലക്ഷ്യമറിയാൻ ആ കത്ത് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമുക്കതൊന്ന് വായിക്കാം. കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി MCC അബ്ദുറഹ്മാൻ മൗലവി, പ്രസിഡന്റ് KM മൗലവി, ഇവർക്കാണ് സമസ്തയുടെ 17ാം വാർഷിക സമ്മേളന സംഘാടക സമിതി ലെറ്റർ കൊടുക്കുന്നത്. ആ ലെറ്ററിൻ്റെ രൂപം എങ്ങനെയാണ്? മാന്യരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 17ാമത്തെ വാർഷിക സമ്മേളനം അടുത്ത അവസരത്തിൽ കോഴിക്കോട് മീഞ്ചന്തയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ നിരാക്ഷേപമായി നടന്നും നടത്തിച്ചും വരുന്ന ഖബറുകൾ വെച്ച് ഖുർആൻ ഓതുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുക മുതലായവ നിഷ്ഫലങ്ങളാണെന്നും ആട്, കോഴി മുതലായവ മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുവാൻ നേർച്ചയാക്കുക, മേൽപ്രകാരം നേർച്ചയാക്കിയവയെ അറുത്തു തിന്നുക, മരിച്ചുപോയ അംബിയ, ഔലിയ മുതലായവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക, അവരെ കൊണ്ടോ അവരോടോ ഇസ്തിഗാസ ചെയ്യുക, സിയാറത്തുൽ ഖുബൂറിൽ യാത്ര ചെയ്യുക, അഥവാ സിയാറത്ത് ചെയ്യാൻ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി യാത്ര ചെയ്യുക, അവരെ കൊണ്ടോ അവരോടോ ഇസ്തിഗാസത്ത് ചെയ്യുക, സിയാറത്തുൽ ഖുബൂറിന് അഥവാ ഖബർ സിയാറത്തിന് യാത്ര ചെയ്യുക, മങ്കൂസ് മുതലായവ മൗലിദുകൾ ഓതുക, ഹദ്ദാദ് മുതലായ റാത്തീബുകളും ബദരിയത്ത്, കുത്തുബിയത്ത് മുതലായ ബൈത്തുകൾ ചൊല്ലുക, മഹീദ്ദിമാല മുതലായ പാട്ടുകൾ പാടുക, മന്ത്രിക്കുക, ഐക്കല്ല് കെട്ടുക മുതലായ പ്രവൃത്തികൾ മഹാപാപങ്ങളാണെന്നും അംബിയ, ഔലിയ മുതലായവർക്കുണ്ടാവാറുള്ള മുഅ്ജിസത്തും കറാമത്തും മരണത്തോടുകൂടി മുറിഞ്ഞു പോകുമെന്നും 4 മദ്ഹബുകളിൽ ഒന്നിനെയും തഖ്ലീദ് ചെയ്യുവാൻ പാടില്ലെന്നും ജുമുഅയുടെ ഖുത്ബ മാതൃഭാഷയിൽ തന്നെ നടത്തണമെന്നും തറാവി 8 റക്അത്ത് മാത്രം മതിയെന്നും ബാങ്ക് പലിശ ഖുർആൻ വിരോധിക്കുന്നില്ലെന്നും മറ്റുമുള്ള പല നവീനവാദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും അത്തൗഹീദ് ഇതാണ് പരമാർത്ഥം, അദ്ദുആ വൽ ഇബാദ തുടങ്ങിയുള്ള പ്രസിദ്ധീകരണങ്ങളും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ ഇടയിൽ വമ്പിച്ച തർക്കങ്ങളെയും ഗംഭീരമായ കക്ഷിവഴക്കുകളെയും പലവിധ തർക്കങ്ങളെയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. കേരള ജമിയത്തുൽ ഉലമ സംഘത്തിന് മേപ്പടി വാദങ്ങൾ ഇസ്ലാമികമാണെന്ന് രേഖാമൂലം തെളിയിക്കുവാൻ ഒരുക്കമാണെങ്കിൽ, അഥവാ ഇപ്പം ഇവർ പറയുന്നല്ലോ ഖബർ സിയാറത്തിന് യാത്ര ചെയ്യാൻ പാടില്ല, മാല പാടില്ല, മൗലൂദ് പാടില്ല, മങ്കൂസ് മൗലൂദ് പാടില്ല, റാത്തീബ് പാടില്ല, കുത്തുബിയത്ത് പാടില്ല എന്ന വാദം, അതാണ് ശരിയായ വാദമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് തെളിയിക്കുവാൻ ഒരുക്കമാണെങ്കിൽ, കേരള ജമിയത്തുൽ ഉലമയുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി സത്യാസത്യം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നോക്കൂ, സമസ്തയുടെ ഒരു ലക്ഷ്യം കണ്ടു. നേരിട്ട് പറയണം അവരോട്, നിങ്ങളിപ്പോൾ ഈ സമൂഹത്തിൽ പറഞ്ഞു പരത്തുന്ന മാല, മൗലിദ്, കുത്തുബിയത്ത്, റാത്തീബ്, മങ്കൂസ് മൗലൂദ്, ഹദ്ദാദ്, ഇതൊക്കെ ശിർക്കാണ്. അതുപോലെ അംബിയ, ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്യലും ഇസ്തിഗാസ ചെയ്യലും, അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യലും, അവരോട് നേരിട്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായം ചോദിക്കലും, ഇതെല്ലാം തെറ്റും കുറ്റമാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് നിങ്ങൾ പ്രസംഗങ്ങളിലൂടെ പിന്നെ പറയുന്നു. അതുപോലെ നിങ്ങൾ വിവിധ ഗ്രന്ഥങ്ങൾ, ഒന്ന് അത്തൗഹീദ്, അതുപോലെ തന്നെ അദ്ദുആ വൽ ഇബാദ, ഇതാണ് യാഥാർത്ഥ്യം, ഇങ്ങനെയുള്ള പല കൃതികളും നിങ്ങൾ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. ആ വക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയ കാര്യങ്ങളും നിങ്ങൾ പ്രസംഗിച്ച് നടക്കുന്ന കാര്യങ്ങളും അത് നിങ്ങൾ ശരിയായ മതം അതാണ് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മളെ മുമ്പിലും തെളിയിക്കണം. അതിന് നിങ്ങളിൽ നിന്ന് അതിന് പറ്റിയ ആൾക്കാരെ
തിരഞ്ഞെടുക്കുക, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികൾ ഞങ്ങളും തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മീഞ്ചന്ത സമ്മേളനം കഴിഞ്ഞ നേരെ പിറ്റേന്ന് നമുക്ക് ഈ വിഷയങ്ങളിൽ ഒരു വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രസ്തുത വാർഷിക യോഗത്തിൻ്റെ പിറ്റേന്ന് മുതൽക്ക് ഒരു വാദപ്രതിവാദ യോഗം നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. സമ്മേളനത്തെ സുരക്ഷിതമായി ഞങ്ങൾ നിയന്ത്രിച്ചു കൊള്ളാം. പിന്നെന്താ വേണ്ടത്? എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. അതിൽ പരിപൂർണ സമാധാനം പാലിക്കാമെന്നും ഉറപ്പു നൽകാം. നിങ്ങളുടെയും സമസ്തയുടെയും പ്രതിനിധികൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ കാരണം സംഘാടക സമിതിയാണ് ഈ കത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സമസ്തയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടിയിരുന്ന് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സമാധാനത്തോട് ചർച്ച ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആക്ഷേപഹാസ്യങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ടാവില്ല, മറ്റെന്തെങ്കിലും ഒരു ഭീഷണിയോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വളരെ കൂളായി ഒരുമിച്ചിരുന്ന് ഒരു സഹോദരന്മാർ ചർച്ച ചെയ്യണമാതിരി ചർച്ച ചെയ്ത് പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അത് എഴുതിയ ശേഷം അതിന് അടിയിൽ കുറിപ്പെഴുതുകയാണ്: മാന്യരെ, വ്യക്തികൾ തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ മൂലം കക്ഷി വഴക്കുകൾ പരിപൂർണമായി അവസാനിക്കുകയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. സമസ്തക്കാരുടെയും കേരളക്കാരുടെയും പ്രതിനിധികൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി ഒരു തീരുമാനത്തിലെത്തിയാൽ ആ തീരുമാനം രണ്ടു കൂട്ടർ കക്ഷികൾക്കും ബാധകവും സുസമ്മതവുമായി തീരുകയും തന്നിമിത്തം അവരുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രസ്തുത തർക്കങ്ങളും കുഴപ്പങ്ങളും നിശേഷം നശിച്ചു ഏകോദര സഹോദരങ്ങളായി വർത്തിക്കുമെന്നുള്ളതിനാൽ യാതൊരു സംശയത്തിനും അവകാശമില്ലല്ലോ. അതിനാൽ 17ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു വാദപ്രതിവാദ സമ്മേളനം വിളിച്ചുകൂട്ടുന്നതിന് വിരോധമില്ലെന്നും അതിൽ പങ്കുകൊണ്ട് മേപ്പടി വാദങ്ങൾക്കെല്ലാം പ്രതിവാദം നടത്തുവാൻ തയ്യാറാണെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘം ഞങ്ങൾക്ക് ഉറപ്പു തന്നിരിക്കുന്നു. അപ്രകാരം നിങ്ങൾക്കും ഒരുക്കമാണെങ്കിൽ ഈ നോട്ടീസ് കിട്ടിയ മുതൽ 10 ദിവസത്തിനുള്ളിൽ താഴെ കാണുന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് അറിവ് തരുവാൻ ഇതുമൂലം ആവശ്യപ്പെട്ടുകൊള്ളുന്നു. അപ്പം നമ്മൾ രണ്ട് കൂട്ടർ സംഘടനയുടെ പിൻബലമില്ലാതെ ഒരാളായിരുന്നു ഒരാൾ ഇരുന്നും തമ്മിൽ സംസാരിച്ചോളൊന്നും നമ്മൾ പ്രശ്നം പരിഹരിക്കൂല, കക്ഷിത്വം അവസാനിക്കൂല. രണ്ട് സംഘടനകളും ഔദ്യോഗികമായി യോഗം ചേർന്ന് പ്രതിനിധികളെ തെളിക്കുകയും ആ പ്രതിനിധികൾ രണ്ട് സംഘടനയുടെയും വ്യത്യസ്ത വാദഗതികൾ അവിടെ പറഞ്ഞ് രണ്ടു കൂട്ടരും തെളിയിക്കട്ടെ. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഇജ്മാഇൻ്റെയും ഖിയാസിൻ്റെയും അടിസ്ഥാനത്തിൽ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഭാഗം ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവർ എവിടെ വെച്ചും എപ്പോഴാണെങ്കിലും തയ്യാറാണെന്ന് ഞങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ഇപ്പോൾ സ്റ്റേജ്, പന്തൽ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. 17ാം വാർഷിക സമ്മേളനത്തിന്. അത് കഴിഞ്ഞ് നേരെ പിറ്റേന്നായാൽ നമുക്ക് അതിന് എക്സ്ട്രാ ചെലവൊന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന് തയ്യാറാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ വിവരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് 8/7/86 കത്ത് കൊടുക്കുകയുണ്ടായി. ആ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും അഡ്രസ്സ് വെച്ചിരിക്കുന്നതും ഇങ്ങനെയാണ്: കെ ഇമ്പിച്ചമ്മദ് പ്രസിഡന്റ്, നരിമുക്കിൽ അഹമ്മദ് കുട്ടി സെക്രട്ടറി, സ്വീകരണ സംഘം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മീഞ്ചന്ത PO കല്ലായി, കോഴിക്കോട് ജില്ല ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അതിന് തിരൂരങ്ങാടിയിൽ നിന്നാണ് മൗലവിമാർ മറുപടി കൊടുത്തത്. കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ ബോർഡിലാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. അവരുടെ ലെറ്റർ ബോർഡിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കേരള ജമിയത്തുൽ ഉലമ രജിസ്റ്റർ അത് രൂപീകരിച്ചിരിക്കുന്ന 1924 SM ബസാർ, കാലിക്കറ്റ്, ഇന്ത്യ, D 21/8/46. രജിസ്റ്റർ ഡേറ്റാണ്, അല്ല കത്തെഴുതിയ ഡേറ്റ്. കേരള ജമിയത്തുൽ ഉലമ തിരൂരങ്ങാടി എന്നാണ് അവർ ആ ലെറ്റർ ബേഡിൻ്റെ ലെറ്റർ ഹെഡിങ്ങിൻ്റെ തലവാചകമാണ് ഞാൻ വായിച്ചത്. കേരള ജമിയത്തുൽ ഉലമ തിരൂരങ്ങാടി. ജനാബ് കെ ഇമ്പിച്ചമ്മദ് സാഹിബ് പ്രസിഡന്റ്, സ്വീകരണ സംഘം, 17ാം വാർഷിക സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ തെറ്റാതെ അവർ എഴുതിയത്. കാരണം നമ്മൾ 6ാം വാർഷിക സമ്മേളനം നടത്തുമ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ അല്ല നിങ്ങൾ നടത്തുന്നത്, നിങ്ങൾ ഞങ്ങളുടെ പേരിലാണെന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ച് ലഭ്യരായാലാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എന്തായാലും ഒരു ഉറപ്പ് വരുത്തിയത്. എന്താണ് സംഗതി? പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾ തന്നെയാണ്, അതിൻ്റെ കീഴിൽ തന്നെയാണ് നിങ്ങൾ കത്തയച്ചത്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇമ്പിച്ചമ്മദ് സെക്രട്ടറി, സ്വീകരണ സംഘം, 17ാം വാർഷിക സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മാന്യരെ, നിങ്ങളുടെ 8/7/46 അയച്ച കത്ത് രജിസ്റ്ററായി 12/9/46 എനിക്ക് കിട്ടി.
ആശ്ചര്യപ്പെടുന്നു. കത്ത് കിട്ടിയിട്ട് മഹാ അത്ഭുതം തന്നെ, ആശ്ചര്യപ്പെടുന്നു. കാരണം കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ അംഗങ്ങളുടെയും മേൽ അവർ പറയാത്ത പല വിഷയങ്ങളും നിങ്ങളുടെ കത്തിൽ ചുമത്തിക്കാണുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘത്തിൻ്റെ പ്രതിനിധികളും കേരള ജംഇയ്യത്തുൽ ഉലമ സംഘത്തിൻ്റെ പ്രതിനിധികളും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്തുവാനായി 1945 മെയ് മാസത്തിൽ കാര്യവട്ടത്ത് വെച്ചുകൂടിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 16ാമത് വാർഷിക സമ്മേളനത്തിന് സ്വീകരണ സംഘം പ്രസിദ്ധപ്പെടുത്തിയ നോട്ടീസും ആ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് നടന്ന സംഭവങ്ങളും രണ്ട് കക്ഷികളും പുറപ്പെടുവിച്ച പ്രസിദ്ധീകരണങ്ങളും നിങ്ങളും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കട്ടെയോ. അപ്പോൾ 16ാം വാർഷികത്തിന് ഇതേ കത്തയച്ചിരുന്നു ഇവരെന്നെ സമ്മതിക്കുള്ളൂ. അവയെ സംബന്ധിച്ചെല്ലാം ആദ്യമായി ഒരു നിഷ്പക്ഷ കമ്മിറ്റിയെ അന്വേഷണത്തിന് നിയമിക്കുകയും ആ കമ്മിറ്റി അന്നത്തെ സംഭവങ്ങളുടെ യഥാർത്ഥ നിലയും അത് സംബന്ധിച്ച് നടന്ന പ്രസിദ്ധീകരണങ്ങളുടെ സത്യാസത്യതയെയും കുറിച്ച് നിഷ്പക്ഷവും യഥാർത്ഥവുമായ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷമല്ലാതെ നിങ്ങളുടെ കത്തിൽ പറഞ്ഞതുപോലെയുള്ള യോഗം കൊണ്ട് യഥാർത്ഥമായ ഫലം ലഭിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പം മുമ്പത്തെ കത്ത് ഞങ്ങൾ തന്ന മറുപടി അതിന് നിങ്ങൾ നിലപാടായി ഞാൻ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ രണ്ടാമത് ഒരു മറുപടിയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളൊരു കത്ത് തന്ന് പിന്നെ ഞങ്ങളൊരു മറുപടി തന്നെങ്കിലേ വാദപ്രതിവാദം സഹിയാവുള്ളൂ എന്നപ്പോൾ ഈ മൗലവി ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിനാൽ നമ്മുടെ മലബാർ മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നിപ്പില്ലാതെ ആക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പക്ഷം ആ സംഭവങ്ങളെ സംബന്ധിച്ചും പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ചും മേൽപ്പറഞ്ഞ പോലെയുള്ള ഒരു നിഷ്പക്ഷ കമ്മിറ്റി രൂപീകരിച്ച് നിഷ്പക്ഷവും യഥാർത്ഥവുമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ശരിയായ വ്യവസ്ഥയോടും നീതിമാന്മാരും രണ്ട് കക്ഷിയിലും പെടാത്തവരും പ്രാപ്തരുമായ ഉലമാക്കളുടെ മധ്യസ്ഥതയിലും അന്യോന്യം തർക്കമുള്ള വിഷയങ്ങൾ ശരിയായി നിജപ്പെടുത്തിയ ശേഷം വാദപ്രതിവാദം നടത്താൻ ഉത്സാഹിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ഏത് സമയത്തും തയ്യാറാണ്, മറുപടി കാക്കുന്നു എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജനാബ് KM മൗലവി സാഹിബ് അവരുടെ കൽപ്പന പ്രകാരം VP ഉബൈദുള്ള ഒപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ തിരൂരങ്ങാടി. എന്താ ഇപ്പോൾ നമ്മൾ ഇതൊന്നും മനസ്സിലാണത്? എന്താ ഇപ്പോൾ വളരെ വസ്തുനിഷ്ഠമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 17ാം വാർഷിക സമ്മേളന സ്വാഗത സംഘം ഇമ്പിച്ചമ്പത് സാഹിബ് അതുപോലെ അതിൻ്റെ മറ്റു ഭാരവാഹികളും രജിസ്റ്ററിലാണ് കത്ത് കൊടുത്തയച്ചത്. അതവർ കിട്ടി. അത് പിന്നെ മടക്ക രസീത് ഇവിടെയും കിട്ടി, പിന്നെ മറുപടി കിട്ടി. ആ മറുപടി ഇപ്പം എന്താ പറയുന്നത്? 16ാം വാർഷിക സമ്മേളനത്തിനോട് സംബന്ധമായി നിങ്ങൾ ഇങ്ങനെ കത്ത് തന്നിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തേ ഉണ്ടായി? അതിനുശേഷം രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ലേഖനങ്ങളും മറുപടിക്ക് എഴുതിയിരുന്നല്ലോ. അപ്പം അതെവിടെ എത്തിയിരുന്നത്? അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് നിജസ്ഥിതി അറിഞ്ഞിട്ട് പിന്നെ രണ്ടു കൂട്ടരും അല്ലാത്ത പണ്ഡിതന്മാരെ ഒരു സംഘത്തെ തിരഞ്ഞെടുത്ത് അവരുടെ നേതൃത്വത്തിൽ നമ്മൾ പരിപാടി നടത്തുക എന്നല്ലാതെ മറ്റ് നമ്മൾ കിതാബിൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്ന കാര്യത്തിലൊന്നും തെളിവ് കൊണ്ടുവരാൻ അപ്പം ഞങ്ങൾ കഴിയൂല എന്നാണ് പോലും പറയണത്. ചുരുക്കത്തിൽ നിങ്ങൾ നോക്കൂ, പിന്നെ മറുപടിൻ്റെ കോലാണിത്. ഒന്നുകേറി നമ്മൾ പറയാറില്ല സാറിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. അങ്ങനെയല്ലേ പറയാം, യെസ് ഓർ നോ. ഒന്നെങ്കിൽ ഞങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇതിപ്പോൾ എന്താ പറയുന്നത്? ഇതിപ്പോൾ ഉണ്ടില്ലാന്നോ അതോ പിന്നെ ഇല്ലുണ്ടെന്നോ എന്താ ഇത് പറയാം നമുക്ക് മനസ്സിലാണത്. അപ്പം ചുരുക്കത്തിൽ അന്നേ ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് അവരുടെ കൂട്ടത്തിലുള്ള അവരെ മൗലവിമാർ എന്ന് പറയുന്ന ആ ആളുകളെ വിവരമൊക്കെ ഇപ്പം നമുക്കറിയാം. എന്നാൽ അതിനേക്കാളൊക്കെ വിവരമുള്ള ആളുകളും അറബി ഭാഷ അറിയുന്ന ആളുകളും ആയിരുന്നല്ലോ അന്നിപ്പോൾ ഈ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ. അപ്പം അവർ ഈ മുസ്ലിം സമുദായത്തിനെതിരെ ആക്ഷേപിക്കുന്ന സംഗതിയൊന്നും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവൻ ആക്ഷേപിക്കുന്നത് പോലെ തെളിവ് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. എന്നിട്ടിങ്ങനെ അന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറുപടി ചെയ്തുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതും മറ്റും നാളെ നമുക്ക് സംസാരിക്കാം. ചുരുക്കത്തിൽ നിങ്ങൾ നോക്കൂ, വാദപ്രതിവാദം എന്നത് ഒരു കാലത്തും അവർ ശരിയായ വിധത്തിൽ തയ്യാറാകാറില്ല. പിന്നെ വട്ടപ്പുറത്താണ് അവർ പിന്നെ അതിന് കുടുങ്ങിയപ്പോൾ തയ്യാറായത്. അതോടുകൂടെ അത് ആ പ്രസ്ഥാനം തന്നെ 8 തട്ടിലോ ഇപ്പോൾ 15 തട്ടിലോ ഒക്കെ പൊട്ടി ചിഹ്നിച്ചു തരാൻ കാരണം അതിന് സത്യമല്ല, തെളിവുകളില്ല. ഭൗതികമായി മനുഷ്യന്മാർക്ക് പുരോഗതി ഉള്ളതുപോലെ മതത്തിലും പുരോഗമനം വരണം.
അതിനെന്താ തെളിവ്? ഇന്ന് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ അതിന് വേറെ തെളിവൊന്നുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സാഹബത്തിൻ്റെ താബീയങ്ങൾ ഇങ്ങനെ ഇതുവരെ നിരാക്ഷേപം മുസ്ലിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന എല്ലാ കാര്യത്തിനും പ്രധാന തെളിവ് ഖുർആനാണ്, ഹദീസാണ്. ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വീക്ഷണത്തിലാണ് പരമ്പരാഗതമായ മുസ്ലിങ്ങൾ ഇതൊക്കെ ഇവിടെ നിലനിർത്തിപ്പോകുന്നത്. അതിനൊരു പുതുക്കല്ലല്ലോ. ഇപ്പം നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ പറയുന്ന എല്ലാ കാര്യവും അവർ യോഗം കൂടി തീരുമാനിച്ചതാണ്. അതേ സമയത്ത് സുന്നികൾ ചെയ്യുന്ന ഒരു കാര്യവും ഇത്രാം തീയതി ഇന്ന ആളെ അധ്യക്ഷതയിൽ ഇന്ന സമയത്ത് യോഗം ചേർന്ന് ഇനി നമ്മൾ ഇന്ന കാര്യം ചെയ്യണം, അങ്ങനെ മതപരമായ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മളെ തീരുമാനം ഇവിടെ അടിസ്ഥാനപരമായി നിലവിലുള്ള മതം, ആ മതത്തിൻ്റെ ഹുക്കുമുകൾ, അതിൻ്റെ വിധിവിലക്കുകൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ന ദിവസം കൺവെൻഷൻ വേണം, ഇന്ന സമയത്ത് സമ്മേളനം വേണം, ഇന്ന സമയത്ത് നമുക്ക് സെമിനാർ വേണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുക. ഈ ആശയങ്ങൾ ഇവിടെ അടിത്തറ ശരിയാക്കി പഠിക്കുന്നൊരു വിഭാഗം ഉണ്ടാകാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെയല്ലാത്ത നമ്മൾ ഏതെങ്കിലും ഒരു കാലത്തൊരു യോഗം കൂടി മതത്തിൻ്റെ കാര്യം ഇനി മുതൽ ഇവിടുന്ന് ഇങ്ങനെയാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇവരങ്ങനെയല്ല, ഇവരൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ, അതിനൊക്കെ ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഖുത്ബ മലയാളത്തിൽ എന്നാണ് ഓതിയത്, അതിന് തീയതി ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് അത് മലയാളത്തിലായിരുന്നില്ല. അതുപോലെ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ ജുമയ്ക്ക് പോയത് ഇന്ന മുതലാണ്, ഇന്ന സ്ഥലത്താണെന്ന് തെളിവുണ്ടല്ലോ, അവരുടെ തന്നെ തെളിവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് ആ സംഗതി ഇല്ല എന്നാണ്. ഇവരതൊക്കെ പുതിയതാണ്, നമ്മളതൊക്കെ പഴയതാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയത് പറ്റൂല എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതൊരു ചേപ്പറക്കാരാണ്. ഇപ്പോഴത്തെ കാലത്ത് അതെങ്ങനെയാണ് ശരിയാണ്, ഇത് തെളിവാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 17ാം വാർഷിക സമ്മേളന സ്വാഗത സംഘം അതിൻ്റെ ചെയർമാനും അതിൻ്റെ കൺവീനറും നല്ലൊരു കത്ത് കൊടുത്തിട്ട് ആ കട്ട് കിട്ടിയിട്ട് നിങ്ങൾ 16ാം വാർഷിക സമ്മേളന സ്വാഗത സംഘം കത്തയച്ചിട്ട് ഇപ്പം എന്തായി, അതിന് ഞങ്ങൾ തന്ന മറുപടി എന്തായി, എന്നിട്ട് നിങ്ങളുടെ നിലപാട് എന്തായി, പിന്നെ നിങ്ങൾ അൽ-ബയാനിൽ എങ്ങനെയാണ് എഴുതിയത്, ഞങ്ങളെ അൽമനാറിൽ അതുപോലെ തന്നെ മറ്റ് മാസികകളിൽ എങ്ങനെയാണ് എഴുതിയത്, അതിനൊരു അന്വേഷണ കമ്മീഷൻ വെക്കുക. ആ അന്വേഷണ കമ്മീഷൻ യഥാർത്ഥ റിപ്പോർട്ട് തന്നിട്ട് അത് 2 കൂട്ടരും അംഗീകരിച്ച ശേഷം 2 കൂട്ടരും അല്ലാത്ത കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരെ കീഴിൽ പരിപാടികൾ നടത്തിയിട്ട് സംശയങ്ങൾക്ക് നിവാരണം കാണാം. അപ്പോൾ അത് നടക്കാനുള്ള കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഈ കത്തിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എങ്ങനെ പ്രതികരിച്ചു എന്ന് നാളെ നമുക്ക് തുടരാം. റഹിമുർ-റഹീമായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതും ഒരു സാരിയായ അമലായി സ്വീകരിക്കട്ടെ. ആഖിറു ദഅവാനാ വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.